അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ DMEയുടെ തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് സെഷൻ ബെയറിങ് തീർത്തിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാമാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ക്യാമിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ ഫോളോവറിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ ക്യാമിൻ്റെ പ്രൊഫൈൽ വരയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. സാധാരണ എല്ലാ DMEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. C പാർട്ടിൽ 8 മാർക്കിനോ 9 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ക്യാമിൻ്റെ ഫോളോവറിൻ്റെയും ക്ലാസിഫിക്കേഷൻ പാർട്ട് ബിയിൽ സാധാരണ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് പഠിക്കുന്നതോടുകൂടി നമുക്ക് എന്തായാലും ഒരു 15-ൽ കുറയാത്തൊരു മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് തുടങ്ങാം. ക്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാം, അല്ലേ? എവിടേക്കാണ് ക്യാം സാധാരണ യൂസ് ചെയ്യാറ്? IC എഞ്ചിനിൽ യൂസ് ചെയ്യാറുണ്ട്, പ്രിൻറ്റിങ് മെഷീൻസിൽ, ഓട്ടോമാറ്റിക് കട്ടിങ് മെഷീൻസ്, അങ്ങനെയുള്ള മെഷീൻസിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നൊരു മെഷീൻ എലമെൻ്റാണ് ക്യാം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ക്യാം ഈസ് റൊട്ടേറ്റിംഗ് ഓർ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ എലമെൻറ്റ് വിച്ച് ഗീവ്സ് റെസിപ്രോക്കേറ്റിംഗ് ഓർ ഓസിലേറ്റിംഗ് മോഷൻ ടു അനദർ മെഷീൻ എലമെൻറ്റ് നോൺ ആസ് ഫോളോവർ. അഥവാ ഫോളോവറിന് കറക്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ ഒരു ഓസിലേറ്റിംഗ് മോഷനോ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷനോ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് ആയിട്ടോ ഉള്ള ഒരു മെഷീൻ എലമെൻ്റാണ് ക്യാം എന്ന് പറയുന്നത്. അഥവാ ക്യാം എന്ന് പറയുന്നത് ഫോളോവറിൻ്റെ മോഷനെ നിയന്ത്രിക്കുന്ന ഒരു റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ എലമെൻ്റാണ് ക്യാം എന്ന് പറയുന്നത്. ഈ ഫോളോവറിൻ്റെ മോഷൻ എത്രത്തോളം ഹൈറ്റിൽ വരണം, അഥവാ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആണെങ്കിൽ എത്രത്തോളം ഹൈറ്റിൽ വരണം, ഏതൊക്കെ സമയത്താണ് മോഷൻ കിട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ക്യാമിൻ്റെ പ്രൊഫൈലാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ പറയും. ഇനി ശ്രദ്ധിക്കുക, ക്യാം ആൻഡ് ഫോളോവർ കോമ്പിനേഷൻ ബിലോങ്സ് ടു കാറ്റഗറി ഓഫ് ഹയർ പെയർ. നമുക്കറിയാം, കൈനമാറ്റിക് പെയർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ഹയർ പെയർ, ലോവർ പെയർ എന്നൊക്കെ, അല്ലേ? ഈ ഹയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്റ്റിംഗ് സർഫസ് നമ്മൾ പോയിൻ്റ് കോണ്ടാക്റ്റാണ് വരുന്നതെങ്കിൽ, ഇവിടെ ക്യാമും പ്രൊഫൈലും തമ്മിൽ പോയിൻ്റ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലൈൻ കോണ്ടാക്റ്റാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹയർ പെയർ എന്ന് പറയും. ഇനി ലോവർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് കോണ്ടാക്റ്റ് വരുന്ന സ്ലൈഡിംഗ് പെയർ, ടേണിംഗ് പെയർ, ഇങ്ങനെയുള്ള കൈനമാറ്റിക് പെയേഴ്സൊക്കെ ലോവർ പെയർ ആയിരിക്കും. അപ്പോൾ പോയിൻ്റ് കോണ്ടാക്റ്റോ ലൈൻ കോണ്ടാക്റ്റോ ഉള്ള പെയറിനെ പറയുന്ന പേരാണ് ഹയർ പെയർ. അപ്പോൾ ക്യാം ആൻഡ് ഫോളോവർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹയർ പെയറിലാണ് വരുന്നത്. അഥവാ അതിൽ പോയിൻ്റ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലൈൻ കോണ്ടാക്റ്റോ ആയിരിക്കും ഈ രണ്ട് മെഷീൻ എലമെൻറ്റും തമ്മിലുണ്ടാവുക. The contact between them is maintained by an external force by spring or weight of follower itself. അഥവാ ഫോളോവറും ക്യാമും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു, അല്ലേ? അതിൻ്റെ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒന്നുകിൽ സ്പ്രിങ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഫോളോവറിൻ്റെ ഓൺ വെയിറ്റ് കൊണ്ടായിരിക്കും. ഫോളോവറിൻ്റെ ഓൺ വെയിറ്റ് എന്ന് പറയുമ്പോൾ ക്യാം താഴെയും ഫോളോവർ മേലെ ആവുന്ന സമയങ്ങളിൽ ഫോളോവറിന് കുറച്ച് വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്യാമിൽ ടച്ച് ചെയ്തിട്ട് നിൽക്കും, അല്ലേ? അതല്ലാത്ത കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇല്ലാത്ത ഫോളോവറോ അല്ലെങ്കിൽ ക്യാമിൻ്റെ മേലെ അല്ലാത്ത രീതിയിലാണ് ഫോളോവർ നിൽക്കുന്നതെങ്കിലോ ഫോളോവറിൽ ചെറിയൊരു സ്പ്രിങ് അറേഞ്ച്മെൻറ്റ് കൊടുക്കും. IC എഞ്ചിനിലൊക്കെ സ്പ്രിങ് വെച്ചിട്ടാണ് ഈ ഫോളോവർ ക്യാം കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ സ്പ്രിങ് വെച്ചിട്ട് ചെയ്യാം, രണ്ടാമത്തത് ഫോളോവറിൻ്റെ വെയിറ്റ് വെച്ചിട്ട് തന്നെ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. Then the follower motion is predetermined and it depends upon the shape of the ക്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്യാമിൻ്റെ ഷേപ്പിനനുസരിച്ച് അല്ലെങ്കിൽ ക്യാമിൻ്റെ പ്രൊഫൈലിനനുസരിച്ച് ആയിരിക്കും ഫോളോവറിൻ്റെ മോഷൻ വരുന്നത്. ഫോളോവർ എത്ര ഹൈറ്റിലേക്ക് പൊങ്ങണം, എത്ര താഴേക്ക് വരണം, അതേപോലെ തന്നെ ഫോളോവർ സ്റ്റേഷനറി ആയിട്ട് എത്ര നേരം നിൽക്കണം, ഏതൊക്കെ സമയങ്ങളിലാണ് ഫോളോവർ പൊങ്ങേണ്ടതും താഴേണ്ടതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ക്യാമിൻ്റെ ഷേപ്പാണ് അല്ലെങ്കിൽ ക്യാമിൻ്റെ പ്രൊഫൈലാണ്. ഇനി കുറച്ച് അപ്ലിക്കേഷൻസ് ഇവിടെ പറയാം. വൈഡ്ലി യൂസ്ഡ് ഇൻ IC എഞ്ചിൻസ്, പ്രിൻറ്റിംഗ് മെഷീൻസ്, ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീൻസ്, ദെൻ ഗിയർ കട്ടിംഗ് മെഷീൻസ്, ടെക്സ്റ്റൈൽ മെഷീനറീസ്, ഇതിലൊക്കെ ക്യാം വരുന്നുണ്ട്. അഥവാ ഫോളോവറിൻ്റെ മോഷൻ പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഫോളോവറിനെ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ക്യാം യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാം. ക്യാം പല തരത്തിലുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ക്യാംസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ഓഫ് ദെയർ വർക്കിംഗ് സർഫസ്. അഥവാ ക്യാമിൻ്റെ പ്രൊഫൈലിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തതാണ്
നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വെഡ്ജ് ആൻഡ് ഫ്ലാറ്റ് ക്യാം. ഇതിൻ്റെ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് വെഡ്ജ് ആൻഡ് ഫ്ലാറ്റ് ക്യാം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വെഡ്ജ് എന്ന് പറയുമ്പം ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസുള്ള ക്യാമിനെയാണ് നമ്മൾ വെഡ്ജ് ക്യാം എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് പക്ഷെ ശ്രദ്ധിക്കുക, അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് വെഡ്ജ് ഹാവിങ് ട്രാൻസ്ലേഷൻ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷനുള്ള ക്യാം ആയിരിക്കും ഇവിടെ. സാധാരണ നമ്മൾ ക്യാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരെ ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ക്യാം ആയിരിക്കും അല്ലേ. എഗ്ഗിൻ്റെ ഷേപ്പുള്ള ഒരു റൊട്ടേറ്റിംഗ് ക്യാം ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരെ ക്യാം എന്ന് പറയുമ്പോൾ. പക്ഷേ റൊട്ടേറ്റിംഗ് മാത്രമല്ല, റെസിപ്രോക്കേറ്റിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററി മോഷനുള്ള ക്യാമുകളുണ്ട്. ഈ വെഡ്ജ് ക്യാം അതിൽ പെട്ടൊരു ക്യാമാണ്. അഥവാ ലെഫ്റ്റ് വേർഡ് റൈറ്റ് വേർഡ് മൂവ് ചെയ്തിട്ട്, ഈ ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും, റൈറ്റ് വേർഡ് ലെഫ്റ്റ് വേർഡ് മൂവ് ചെയ്യുന്ന ക്യാമുകളാണ് ഈ വെഡ്ജ് ക്യാം അല്ലെങ്കിൽ ഫ്ലാറ്റ് ക്യാം എന്ന് പറയുന്നത്. ദെൻ ദിസ് മോഷൻ ഓഫ് ക്യാം ഇമ്പാർട്സ് റെസിപ്രോക്കേറ്റിംഗ് ഓർ ഓസിലേറ്റിംഗ് മോഷൻ ടു ദി ഫോളോവർ. അപ്പോൾ ഈ ഫോളോവർ എങ്ങനെയാണോ ക്യാമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, ക്യാമും ഫോളോവറും തമ്മിലുള്ള അത് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അവിടെ ഫോളോവറിന് കിട്ടുന്ന മോഷൻ എന്ന് പറയുന്നത്. ചില കേസിൽ അത് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും, അഥവാ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആയിരിക്കാം. ചിലപ്പോൾ ഓസിലേറ്റിംഗ് മോഷൻ ആയിരിക്കാം. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെയൊക്കെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് ഇവിടെ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഓസിലേറ്റിംഗ് മോഷൻ ആവാം. Instead of wedge, a flat cam in the form of a flat plate with a groove cut on it can also be used. അഥവാ ഈ ഫിഗറിൽ ലാസ്റ്റ് ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഗ്രൂവാണ് അത് കാണിച്ചിട്ടുള്ളത്. ആ ഗ്രൂവിലായിരിക്കും ഈ ഫോളോവറിൻ്റെ എൻഡ് അഥവാ ആ ബാൾ നിൽക്കുന്നത്. ഈ ഫ്ലാറ്റ് ക്യാം ലെഫ്റ്റ് വേർഡ് റൈറ്റ് വേർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഫോളോവർ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ അഥവാ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും ഫോളോവറിന് കിട്ടുക. ദ ഫോളോവർ ഇൻ ദ ഗ്രൂവ് റെസിപ്രോക്കേറ്റ്സ് ആസ് ദ ക്യാം ഹാവ് ട്രാൻസ്ലേറ്ററി മോഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്യാമിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറയുന്നത്. വെഡ്ജ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ക്യാമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോളോവറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ വേറെ പറയും. ഇതിൽ റോളർ ഫോളോവർ ഉണ്ട്, നൈഫ് എഡ്ജ് ഫോളോവർ ഉണ്ട്. അത് നമ്മൾ അടുത്ത സ്ലൈഡുകളിലായിട്ട് പറയും. ദെൻ സെക്കൻഡ് വൺ പ്ലേറ്റ് ഓർ ഡിസ്ക് ക്യാം. ഇവിടെ ഡിസ്ക് ടൈപ്പ് ആയിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഷേപ്പ് അല്ലേ. ഇവിടെ 4 കേസുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റേഡിയൽ ഫോളോവർ റെസിപ്രോക്കേറ്റിംഗ്. ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് ഫിഗറാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ കേസിൽ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോവർ റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, അഥവാ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. ഈ ഫോളോവറിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ആ സെൻട്രൽ ലൈൻ കാണിച്ച് കണ്ടില്ലേ, ലൈൻ ഓഫ് ആക്ഷൻ ക്യാമിൻ്റെ റൊട്ടേറ്റിംഗ് ആക്സിസിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോഴാണ് റേഡിയൽ ഫോളോവർ എന്ന് പറയാം. റേഡിയൽ ആയിരിക്കും, അഥവാ ക്യാമിൻ്റെ റൊട്ടേഷണൽ ആക്സിസിന് റേഡിയൽ ആയിട്ടായിരിക്കും ഫോളോവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴാണ് റേഡിയൽ ഫോളോവർ എന്ന് പറയുക. റെസിപ്രോക്കേറ്റിംഗ് ആണ് ഫോളോവറിൻ്റെ മോഷൻ. ഇനി സെക്കൻഡ് ഫിഗർ ബി, റേഡിയൽ ഫോളോവർ ഓസിലേറ്റിംഗ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഫോളോവറിന് സംഭവിക്കുക? ഫോളോവർ ഇങ്ങനെ ഈ റൈറ്റ് സൈഡിലുള്ള ആ ഹിഞ്ച് സെൻറ്ററായിട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മേലേക്കും താഴേക്കും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ കേസിലും ഈ ഫോളോവറിൻ്റെ കോണ്ടാക്റ്റിംഗ് പോയിൻ്റ് ക്യാമിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന് റേഡിയലായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് റേഡിയൽ വിത്ത് ഓസിലേറ്റിംഗ് ഫോളോവർ എന്ന് പറയാൻ കാരണം. ഇനി തേർഡ് വൺ ഓഫ്സെറ്റ് ഫോളോവർ റെസിപ്രോക്കേറ്റിംഗ്. ഇവിടുത്തെ കേസിൽ ഫോളോവറിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ക്യാമിൻ്റെ റൊട്ടേഷണൽ ആക്സിസിനായിട്ട് ചെറിയൊരു ഓഫ്സെറ്റ് ഉണ്ട് അല്ലേ. അതേ ഇൻലൈൻ ആയിട്ടല്ല ഉള്ളത്, അല്ലെങ്കിൽ റേഡിയൽ ആയിട്ടല്ല ഉള്ളത്. പകരം റൈറ്റിലേക്ക് കുറച്ച് ഓഫ്സെറ്റ് ആയിട്ടാണ് ഫോളോവറിൻ്റെ കോണ്ടാക്റ്റിംഗ് പോയിൻ്റ് ഉള്ളത്. ക്യാമിൻ്റെ റൊട്ടേഷണൽ ആക്സിസിനെ വെച്ച് നോക്കുമ്പോൾ ഫോളോവറിൻ്റെ കോണ്ടാക്റ്റിംഗ് പോയിൻ്റ് ചെറുതായിട്ട് റൈറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കേസിൽ റെസിപ്രോക്കേറ്റിംഗ് ആണ് ഫോളോവർ. അതുകൊണ്ടാണ് ഓഫ്സെറ്റ് ഫോളോവർ വിത്ത് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഓഫ്സെറ്റ് ഫോളോവർ ഓസിലേറ്റിംഗ്. ഇവിടുത്തെ കേസിൽ ക്യാമിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ കുറച്ച് ഓഫ്സെറ്റ് ആയിട്ടാണ് ഫോളോവറിൻ്റെ കോണ്ടാക്റ്റിംഗ് പോയിൻ്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഓഫ്സെറ്റ് ഫോളോവർ ഓസിലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ് ഓർ ഡിസ്ക് ക്യാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. A cam in which the follower reciprocates or oscillates in a direction perpendicular to the axis of rotation of the cam is known as plate cam അല്ലെങ്കിൽ ഡിസ്ക് ക്യാം. ക്യാമിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഫോളോവറുള്ള ക്യാമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേറ്റ് ക്യാം അല്ലെങ്കിൽ ഡിസ്ക് ക്യാം എന്ന് പറയുന്നത്. ആ പേര് വരാൻ കാരണം തിക്നെസ് കുറഞ്ഞിട്ട് ആ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ടാണ് ആ ഒരു പേര് വരാൻ കാരണം. When the motion of the follower radially
from center of rotation of the cam, then it is known as radial disc cam. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്യാമിൻ്റെ റേഡിയലി ആയിട്ടാണ് ഫോളോവർ ഫിക്സ് ചെയ്തത് എങ്കിൽ, ഫോളോവറിൻ്റെ മൂവ്മെൻറ്റ് ക്യാമിന് റേഡിയലി ആയിട്ടാണെങ്കിൽ അത് നമ്മൾ റേഡിയൽ ഡിസ്ക് ക്യാം എന്ന് പറയും. ഇഫ് ദ ആക്സിസ് ഓഫ് മോഷൻ ഓഫ് ഫോളോവർ ഡസ് നോട്ട് പാസ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി ക്യാം, ഇറ്റ് ഈസ് നോൺ ആസ് ഓഫ്സെറ്റ് ഫോളോവർ ഡിസ്ക് ക്യാം. ക്യാമിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് കുറച്ച് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് ഫോളോവറിൻ്റെ മോഷൻ എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓഫ്സെറ്റ് ഡിസ്ക് ക്യാം. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ സിലിണ്ട്രിക്കൽ ക്യാം. ആ പേരിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. ക്യാമിൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കലായിരിക്കും. ഇവിടുത്തെ കേസിൽ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിലിണ്ടറിൻ്റെ പെരിഫറിയിലായിട്ട് ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂവിൽ ടച്ച് ചെയ്തിട്ട് ഫോളോവർ കൊടുത്തിട്ടുണ്ട്. മേലുള്ളതാണ് ഫോളോവർ കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കലായിട്ടുള്ള ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഫോളോവറിന് സംഭവിക്കുക? ഫോളോവർ ഇങ്ങനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഫസ്റ്റ് ഫിഗർ കാണിച്ചിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ഫിഗർ സിലിണ്ടറിക്കൽ ക്യാം വിത്ത് ഓസിലേറ്റിംഗ് ഫോളോവർ ആണ്. ഇവിടുത്തെ കേസിൽ ഈ സിലിണ്ടറിക്കൽ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോവർ മേലെ ഹിഞ്ച് ചെയ്തിട്ടുള്ള ആ പോയിന്റ് സെൻറ്ററായിട്ട് ഇവിടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് വേർഡായിട്ട് ഇങ്ങനെ ആർക്കായിട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടുള്ളത് ഓസിലേറ്റ് ചെയ്യുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഇനി അതിൻ്റെ കാര്യങ്ങളൊന്നുകൂടി പറയാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ബാരൽ ഓർ ഡ്രം ക്യാംസ്. ആ ഷേപ്പ് കൊണ്ടാണ് ആ പേര് വരുന്നത് കേട്ടോ. സിലിണ്ടറിക്കൽ ക്യാം ഈസ് ഇൻ ദ ഫോം ഓഫ് സിലിണ്ടർ വിച്ച് ഹാസ് എ സർക്കംഫറൻഷ്യൽ ഗ്രൂവ് കട്ട്. നമ്മൾ ഫിഗറിൽ കണ്ടല്ലോ. എ ക്യാം ഇൻ വിച്ച് ദ ഫോളോവർ റെസിപ്രോക്കേറ്റ്സ് ഓർ ഓസിലേറ്റ്സ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ക്യാം ഈസ് നോൺ ആസ് സിലിണ്ടറിക്കൽ ക്യാം. ഇവിടെ നേരത്തെ പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഈ ക്യാമിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലായിട്ടാണ് ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് ഫോളോവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നേരത്തെ എങ്ങനെയായിരുന്നു? ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ക്യാമിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ നമ്മൾ ഡിസ്ക് ക്യാം പറഞ്ഞ സമയത്ത് അല്ലേ? ഇവിടുത്തെ കേസിൽ പാരലായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോളോവർ. നേരത്തെ നമ്മൾ കണ്ട ഫിഗറിൽ ഓസിലേറ്റിംഗ് ഫോളോവറും റെസിപ്രോക്കേറ്റിംഗ് ഫോളോവറാണ് കാണിച്ചിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞത് ക്യാമിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വെഡ്ജ് ഓർ ഫ്ലാറ്റ് ക്യാം, സെക്കൻഡ് വൺ പ്ലേറ്റ് ഓർ ഡിസ്ക് ക്യാം, തേർഡ് വൺ സിലിണ്ടറിക്കൽ ക്യാം. ഓക്കെ, ഇങ്ങനെ 3 ആയിട്ട് ആണ് ക്യാമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്.